ഹലോ, അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നോമ്പറക്കാൻ ഏകദേശം 3-4 മിനിറ്റും കൂടിയുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഒരു 7-7:30 ഇറങ്ങിയതാണ്. കുറേ ഓടാനുണ്ടായിരുന്നു, കുറേ പണികളുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഇനി കുറച്ച് പള്ളിയിലേക്കും കുറച്ച് ഓടാനുണ്ട്, പിന്നെ വീട്ടിലേക്കും കുറച്ച് ഓടാനുണ്ട്. 3-4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമുക്കൊരു നോമ്പ് തുറൻ്റെ ഒരു ടീം നമുക്കൊരു തരിക്കഞ്ഞിയും കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും വന്നു, ജ്യൂസും തന്നു. പക്ഷേ ജ്യൂസ് ഒരു ഹോട്ടൽ ഇതായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ വെക്കാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു ടൗണും കൂടിയാണ്, ഒരുപാട് വണ്ടികൾ വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ വന്നത് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ ഇത് അവർക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾ, അത് സംഘടനാപരമായാലും ഒരു കുടുംബത്തിൻ്റെ ഓരോ വീട്ടിൻ്റെ മുന്നിൽ വഴിയാത്രക്കാർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. ഇന്നലെ ഞാനൊരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ കയറിയപ്പോൾ അവിടെ നിന്നൊരു ഫാമിലി, ഒരു വൈഫും കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പള്ളീൻ്റെ ഒരു ഭാഗത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ചെടുത്ത് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ അവർ വരെ ഈ സമയത്ത് ഇതിൽ പോകുന്നവർക്കൊക്കെ വെള്ളവും ഭക്ഷണമൊക്കെ നോമ്പ് തുറക്കാൻ കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതിപ്പോൾ മേപ്പറമ്പ് സൗഹൃദം വഴിയാത്രക്കാർക്കുള്ള നോമ്പ് തുറ അതാണ് നമുക്ക് തന്നത്. അതിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസ് നമുക്ക് വണ്ടിയിൽ വെക്കാൻ പറ്റിയില്ല. ഒരു കുപ്പി വെള്ളമുണ്ട്, തിക്കഞ്ഞിൻ്റെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനം അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന നോമ്പ്, നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകൾ, പാവങ്ങളെ സഹായിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു നോമ്പ് സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ സഹായവും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കൂടുതൽ ചെയ്യുന്നത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. നോമ്പ് രണ്ടാമത്തെ പത്തും തീരാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയും. അപ്പോൾ അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.